ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ മലയാളികൾക്കെല്ലാം സുപരിചിതമായ കണിക്കൊന്നില്ലേ, വിഷുപ്പുലരിയിൽ കണി കണ്ടിട്ടല്ലേ നമ്മൾ ഉണരുക. അത് ഈ പൂക്കളാണ് ഉപയോഗിക്കുക. ഇതിന്റെ മരത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഒരുപാട് സംഗതികളുണ്ട്. സാധാരണയായിട്ട് കൊന്ന തൊലിയാണ് നമ്മൾ കൂടുതലായിട്ട് എടുക്കുക. ഫലമജ്ജയും ഒക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. പക്ഷെ എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ വേരിന്റെ ഗുണങ്ങള്, ഇല കൊണ്ട്, പൂക്കൾ കൊണ്ട്, ഫലമജ്ജ കൊണ്ട് എല്ലാം ഔഷധ യോഗ്യമായ ഭാഗങ്ങളാണ്. ഇതുകൊണ്ടൊക്കെയുള്ള സൂത്രപ്പണികൾ പറഞ്ഞുതരാം, പൊടിക്കൈകൾ പറയാം. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോ പതിവ് പോലെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ആരംഭിക്കാം. കണിക്കൊന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ചെടി ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പൊ തന്നെ പൂക്കാൻ തുടങ്ങി. ചൂട് കൂടുതലായതുകൊണ്ടാണത്. ചൂട് കൂടുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടി വിരിഞ്ഞു വരും. സാധാരണ വിഷുക്കാലാകുമ്പോഴാണ്, വിഷുവിനോട് അടുക്കുമ്പോഴാണ് അത് വിരിയ. ഇതിപ്പോ വിഷുവിനൊക്കെ മുമ്പ് തന്നെ, നേരത്തെ തന്നെ ഈ വർഷം ഇത് വിരിഞ്ഞ് പൂക്കൾ പലയിടത്തും കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചൂട് കൂടുതലാണ് ഈ വർഷം. അതുകൊണ്ടാണ് ചൂട്, അന്തരീക്ഷ താപം കൂടുമ്പോഴാണ് ഇത് പൊട്ടി വിരിയുന്നത്. ചൂട് കൂടുമ്പോൾ ഇത് പെട്ടെന്ന് വിരിയും എന്നർത്ഥം. ഓക്കെ, അപ്പോ ഇത് കണിക്കൊന്ന നേരത്തെ പൂക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നേരത്തെ മഴക്കാലം തുടങ്ങും ഈ വർഷം എന്നാണ് അതിന്റെ സൂചന. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു മെയ് അവസാനത്തോടു കൂടി ഈ വർഷം മഴ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഔഷധ ഗുണങ്ങൾ പറയണം. ഇതുകൊണ്ടുള്ള നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്ന പൊടിക്കൈകൾ ഒന്നൊന്നായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കട്ടെ. ആയുർവേദ പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തിക്ത മധുര രസമാണ്. അതുപോലെ സ്നിഗ്ധ ഗുണമാണ്, ശീത വീര്യമാണ്, മധുര വിഭാഗമാണ്. മധുര, തിക്തരസം, സ്നിഗ്ധ, ഗുണം, ശീതവീര്യം, മധുര വിഭാഗം. കാഷ്യ ഫിസ്റ്റുല എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. ലെഗുമിനോസെ ഫാമിലിയാണ്. സംസ്കൃതത്തിൽ ഇതിന് ആരഗ്വതം എന്നും പറയും, ശ്യാമ എന്നും പറയും. ഓക്കെ, ശ്യാമയും ഇത് തന്നെയാണ്, ആരഗ്വതവും ഇതാണ്. നമുക്ക് ആയുർവേദ മരുന്നുകള് ആരഗ്വദാദി തക്രധാരിയൊക്കെ തയ്യാറാക്കുമ്പോഴേ അതിന് ഈ ആരഗ്വദാദി ഗണത്തിലെ മരുന്നുകളൊക്കെ ചേർത്താണ് ഉപയോഗിക്കുക. ധാരയ്ക്കുള്ള കഷായങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ആരഗ്വദാദി കഷായവും അതുപോലെ ആരഗ്വദാസവും ഒക്കെ നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആയിരിക്കും. ഇത് ചേർത്ത് തയ്യാറാക്കുന്ന മരുന്നുകളാണ്. ഓക്കെ, ആയുർവേദ മരുന്നുകൾ പല മരുന്നുകളിലും പല ഔഷധങ്ങളും ഇത് ചേർക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇതിന് ഈ രക്തശുദ്ധി വരുത്താനുള്ള കഴിവുണ്ട്. അതുപോലെ വിരേചന സ്വഭാവം ഉണ്ട്. പിന്നെ ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. പ്രത്യേകിച്ച് കഫസംബന്ധമായ ത്വക്ക് രോഗങ്ങളിലാണ് കൂടുതൽ ഫലപ്രദം. പക്ഷെ ചില കേസുകളിൽ ഇത് അപത്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ സിംറ്റംസ് കൂടാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വമനദ്രവ്യമായിട്ടും ആരഗ്വതം ഉപയോഗിക്കാറുണ്ട്. ആരഗ്വതം, കണിക്കൊന്ന ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ ചില ഔഷധ പ്രയോഗങ്ങൾ പറയാമെന്ന്. അതായത് ഇതിന്റെ വേരും തൊലിയും പൂവും ഫലമജ്ജയും ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. അപ്പൊ ഇതിന്റെ വേര് കഷായം വെച്ചിട്ട് നമുക്ക് വേരുമെന്ന് തുടങ്ങാം. അതെ, വേര് കഷായം വെച്ച് കഴിക്കുന്നത് ഹൃദ്രോഗത്തിന് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ വേരുമ്പലത്തെ തൊലി പൊളിച്ചെടുത്തിട്ട് അത് കഷായം വെച്ച് കഴിക്കുന്നത് ഹൃദ്രോഗം ശമിപ്പിക്കുന്നതിനോ നിയന്ത്രിച്ചു നിർത്തുന്നതിനോ സഹായിക്കുന്നു പറയപ്പെടുന്നു. ഓക്കെ, എനിക്ക് നേരിട്ട് അനുഭവമില്ല. ഓക്കെ, പിന്നെ ഞാനിത് ആരഗ്വദാദി കഷായമായിട്ട് തന്നെയാണ്. അതുപോലെ ആരഗ്വദ മഹാതിക്തകം, നെയ്യ്, അതൊക്കെ ആയുർവേദ മരുന്നുകളിൽ അത്തരം മരുന്നുകളൊക്കെ ഇത് ചേരുന്നുണ്ട്. അപ്പൊ അത്തരം മരുന്നുകളൊക്കെ ഉപയോഗിച്ച് പരിചയമുണ്ട്. പിന്നെ അതുപോലെ ഇതിന്റെ തൊലി കഷായം വെച്ച് കഴിക്കാം നമുക്ക്. ത്വക്ക് രോഗങ്ങളിൽ ഇങ്ങനെ ഈ വട്ടച്ചൊറി പോലെയൊക്കെ ഉണ്ടാവില്ലേ ശരീരത്തില്, അങ്ങനെ ദേഹാസകലം പടർന്നു വരുന്ന കഫപൈത്തികമായിട്ടുള്ള രോഗാവസ്ഥയിൽ ഇതിന്റെ തൊലി ചെത്തിയെടുത്തിട്ട് വിധിപ്രകാരം കഷായം വെച്ച് രാവിലെയും വൈകിട്ടും കഴിക്കാം. വിധിപ്രകാരം കഷായം വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കഷായത്തിന് 60 ഗ്രാമാണ് എടുക്കേണ്ടത്. 1200 മില്ലി വെള്ളം വേണം. കഴുകി കൊത്തി നുറുക്കി ചതച്ചിടുക. 1200 മില്ലി വെള്ളം വെക്കുക. 4-1 വറ്റിക്കുക. 300 മില്ലിയാവും. എന്നിട്ട് ആ ചണ്ടി അരിച്ച് മാറ്റിയിട്ട് അത് വീണ്ടും പകുതിയാക്കി പിഴിഞ്ഞരിച്ചിട്ട് അതിന്റെ പകുതി വീതം, അതായത് 1200 മില്ലി 300 മില്ലി ആക്കുന്നു. അവിടെ നിന്ന് അതിന്റെ ചണ്ടി പിഴിഞ്ഞ് കളഞ്ഞിട്ട് 150 മില്ലി ആക്കണം. ആ 150 മില്ലിയുടെ പകുതി 75 മില്ലി രാവിലെയും 75 മില്ലി രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. ഇതാണ് ഒരു കഷായ യോഗം. മനസ്സിലായി? അപ്പൊ അങ്ങനെ കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ദേഹത്തൊട്ടാകം പരന്നു വരുന്ന വട്ടത്തിൽ കഫപൈത്തികമായിട്ട്, അതായത് ചൊറിച്ചിലുണ്ടാവും, ചെറുതായിട്ട് ചുവന്നു വരും, ഇങ്ങനെ ദേഹാസകലം വരുന്ന ത്വക്ക് രോഗങ്ങൾക്ക് ഈ കഷായം ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഇതിന്റെ തൊലി തന്നെ ചതച്ചിട്ടിട്ട്, കുത്തി നുറുക്കി ചതച്ചിട്ടിട്ട് വെളിച്ചെണ്ണ കാച്ചി തേച്ചാലും ഇതേ ഫലം കിട്ടുന്നതാണ്. അപ്പൊ ഉള്ളിലേക്ക് കഷായമായിട്ടും പുറമെ വെളിച്ചെണ്ണ കാച്ചി തേച്ച് ഉപയോഗിക്കാനും ഇത് സാധിക്കും. ഇതുകൊണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ വേര് കൊണ്ടുള്ള പ്രയോഗമായി, തൊലി കൊണ്ടുള്ള പ്രയോഗമായി. ഇനി നമുക്ക് ഫലമജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ട് പയറ് പോലെ ഉണ്ടാവും.
അത് പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുരു കിട്ടും. ആ കുരു പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടാവും. ആ കുരു മാറ്റി കളയണം. എന്നിട്ടുള്ള ആ ഭാഗത്തിനാണ് ഈ ഫലമജ്ജ എന്ന് വിളിക്കുന്നത്. ആ ഫലമജ്ജ ചതച്ചിട്ടിട്ട് പാല് കാച്ചി തിളപ്പിച്ച് കുടിക്കുക. ഓക്കെ, അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ മലബന്ധം ഉണ്ടാവില്ലേ, ഈ കോൺസ്റ്റിപ്പേഷൻ, സ്ഥിരമായിട്ട് മലബന്ധം ഉള്ളവർക്ക് എന്താ വെച്ചാൽ ഇതിന് ഈ വിരേചന സ്വഭാവമുണ്ട് ഈ ഇതിന് ഔഷധത്തിന്. അപ്പൊ അതുകൊണ്ട് മലബന്ധമുള്ളവർ ഈ ഫലമജ്ജ എടുക്കുക, ആ പയർ പോലുള്ള മണി പൊളിച്ച് അതിനുള്ളിലുള്ള മണികൾ എടുത്തിട്ട് അത് തൊലി പൊളിച്ച് അതിലെ കുരു കളഞ്ഞിട്ടുള്ള ഭാഗം അത് ചതച്ചിട്ട് പാല് തിളപ്പിച്ച്, ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു 3-4 വിത്ത് പൊളിച്ചിടുക, അതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് പാലളവാക്കി വറ്റിച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് കുടിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ മലബന്ധം കുറയുന്നതിന് സഹായകമാവെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫലമജ്ജ കൊണ്ടുള്ള ഉപയോഗമായി. ഇനി ഇതിന്റെ ഇലയുണ്ടല്ലോ, ഇതിന്റെ ഇല അരച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, കുഞ്ഞു കുട്ടികൾക്ക് 1.5 വയസ്സ് 2.5 വയസ്സുകാർക്കൊക്കെ മലബന്ധമൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇല നന്നായിട്ട് അരയ്ക്കുക, ശുദ്ധജലത്തിൽ അരയ്ക്കുക. അത് അരച്ചു കഴിഞ്ഞിട്ട് ആ വയറ്റില് കുടവയറിങ്ങനെ മലം പോകാണ്ട് ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ 1.5 വയസ്സ് 2 വയസ്സുകാർക്കൊക്കെ അത് ആ വയറിൽ അങ്ങോട്ട് ഈ അരച്ച് പേസ്റ്റ് അങ്ങോട്ട് പരട്ടി കൊടുക്കുക, അടിവയറ്റിലും ഒക്കെ നന്നായിട്ട് പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പതിവായിട്ട് ചെയ്ത് കഴിയുമ്പോൾ മലശോധന ഉണ്ടാവുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ കുട്ടികൾക്ക് തന്നെ ഇനി മറ്റൊരു പ്രയോഗം, അതായത് ഈ വിരശല്യം ഉണ്ടാവുക, മലബന്ധം ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, ചെറുങ്ങനെയുള്ള വിരയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക, അതായത് മലദ്വാരത്തിൽ ഇങ്ങനെ ചൊറിച്ചില് അതൊക്കെ പറയൂര്. അപ്പൊ അത്തരം അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കണിക്കൊന്ന പൂവില്ലേ, ഈ പൂവ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ആ പൂവ് പൊട്ടിച്ചിട്ടിട്ട് പറിച്ചിട്ടിട്ട് പാല് തിളപ്പിച്ച് അരിച്ചു വറ്റിച്ച് കൊടുക്കുക, കുടിക്കാനായിട്ട് കൊടുക്കുക കുട്ടികൾക്ക്. അപ്പൊ കുട്ടികൾക്ക് ഈ കോൺസ്റ്റിപ്പേഷന് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ പൂക്കള് പാൽക്കഷായമായിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ചുകൂടെ വലിയ കുട്ടികളാണെങ്കിൽ പാൽക്കഷായം ഉള്ളിലേക്ക് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഇല അരച്ച് വയറിൽ പുരട്ടുന്നതും ഈ ശോധനയ്ക്ക് സഹായമാവുന്നതിന് സാധിക്കും. അതേപോലെ തന്നെ ഈ ഇല അരച്ചിട്ട് നമുക്ക് ഈ വ്രണങ്ങളിൽ പുരട്ടാം. വട്ടച്ചൊറി പോലുള്ള വ്രണങ്ങളിൽ പുരട്ടുന്നതും നല്ലതാണ്. കുരു ചൊറിച്ചിലൊക്കെ ശമിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിന് വ്രണരോപണ പ്രോപ്പർട്ടി ഉണ്ട്. വ്രണരോപണത്തുണ്ട്, രക്തശുദ്ധി വരുത്തുന്നതിനുണ്ട് ഉള്ള കഴിവുണ്ട്, വിരേചന ഔഷധമാണ്. അപ്പൊ ഈ വിരേചനം വരുമ്പോൾ നാച്ചുറലി രക്തശുദ്ധി വരില്ലോ, അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് മാത്രമല്ല, നമ്മുടെ വീടുകളിൽ ഇത് നട്ടു വളർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആ വായുവിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഇത് കാണാൻ നല്ല കണ്ണിന് കുളിർമയുന്ന നല്ല ചന്ത, നല്ല പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാം, വിഷുക്കാലാവുന്നതോടുകൂടി കണിക്കൊന്ന ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ, സ്വർണ്ണ നിറത്തില്. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം, കേരളത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പുഷ്പമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ് ഇത്. ഓക്കെ, കണിക്കൊന്ന. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കാൻ മുതിരുന്നില്ല. അപ്പൊ ഇതിന്റെ വേര് ഗുണമുള്ള ഭാഗമാണ്, തൊലി ഔഷധ ഗുണമുണ്ട്, അതുപോലെ പൂക്കൾ ഉപയോഗിക്കാം, ഇലയും ഉപയോഗിക്കാം, അതിന്റെ ഫലമജ്ജയും അതായത് ആ കായ വിത്ത് അതിന്റെ കുരു കളഞ്ഞ് അതും ഉപയോഗിക്കാം. അപ്പൊ അത് കഷായം വെച്ച് പാൽക്കഷായം വെച്ച് കൊടുക്കുന്ന വലിയവർക്കുള്ള മലബന്ധം ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഈ ഫലമജ്ജ പാൽക്കഷായമായിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇത് ഒട്ടനവധി ഔഷധങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരഗ്വദാദി കഷായം, ആരഗ്വദാസവം, ആരഗ്വദാദി തക്രധാര, ആരഗ്വദ മഹാതിക്ത ഘൃതം, ഇങ്ങനെയുള്ള ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനും ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇത് ഫ്രീലി അവൈലബിൾ ആണ്. ഇനി ഇത് കണ്ടിട്ടില്ലാന്ന് ആരും പറയണ്ട, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് മുഴുവൻ ഇത് അറിയാവുന്ന ഒരു ഔഷധമാണ്. കാഷ്യ ഫിസ്റ്റുല എന്നാണ് ബൊട്ടാനിക്കൽ നെയിം, ലെഗുമിനോസെ ഫാമിലിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ മനസ്സിലാക്കിയതിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോ ആദ്യം തൊട്ട് ആവർത്തിച്ച് കാണുക, എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ആദ്യം 3 മണിക്കായിരുന്നു വീഡിയോ, ഇപ്പോൾ 9 മണിയാക്കി. അത് പലർക്കും സൗകര്യമാണെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടു. എനിക്കും അത് വളരെ സൗകര്യമാണ്. അതായത് ഇപ്പോൾ ഈ സാറ്റർഡേയ്സ് മാത്രം, ഇപ്പോൾ തൃശ്ശൂർ നമ്മുടെ ഡയറക്റ്റ് കൺസൾട്ടേഷൻ ശനിയാഴ്ചകളിൽ മാത്രം, എല്ലാ ശനിയാഴ്ചയും തൃശ്ശൂർ. അതേപോലെ മറ്റു ദിവസങ്ങളെല്ലാം ഓൺലൈൻ കൺസൾട്ടേഷനാണ്. അപ്പോൾ ആ ഓൺലൈൻ കൺസൾട്ടേഷൻ തിരക്കിനിടയ്ക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ ഈ രാത്രി 9 മണിയായപ്പം വളരെ സൗകര്യമായി. നിങ്ങൾക്കും സൗകര്യം എന്ന് അറിഞ്ഞത് ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോകൾ ആവർത്തിച്ച് കാണുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക, എല്ലാം നോട്ട് ചെയ്ത് ഒരു ഡയറി സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംഗതികൾ നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കും. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാത്രി 9 മണിക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം. കൊന്നത്തൊലി ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രധാന കഷായവും കൂടി പറയാം, നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്പെടും. അതായത് ഫേനമൂത്രത എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന, അതായത് മൂത്രത്തിൽ പത കാണുന്ന പതയോടുകൂടി മൂത്രം പോകുന്ന അവസ്ഥയിൽ, ഈ അവസ്ഥയിൽ പ്രയോഗിക്കാൻ പറ്റിയ ഒരു കഷായോഗം നമുക്ക് ഈ കൊന്നത്തൊലി ചേർത്ത് തയ്യാറാക്കാൻ പറ്റും. അതെന്താണെന്നറിയോ? അതിന് വേണ്ടത് 6 കൂട്ടം മരുന്നുകളാണ്. അതായത് കൊന്നത്തൊലി വേണം, എല്ലാം സമമായിട്ട് എടുക്കുക. കൊന്നത്തൊലി വേണം, ചന്ദനം വേണം, മനസ്സിലായോ? ചന്ദനം വേണം, അതുപോലെ ഉണക്കമുന്തിരി വേണം.
പിന്നെ കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട് ഇതെല്ലാം സമമായിട്ട് എടുക്കുക. അപ്പോൾ ഒരു കഷായം എന്ന് പറഞ്ഞാൽ 60 ഗ്രാമാണല്ലോ. അപ്പൊ ഇതെല്ലാം 10 ഗ്രാം എടുക്കുക. 60 ഗ്രാം വേണ്ടതുകൊണ്ട് ആ റൈറ്റല്ലേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് കൊന്നത്തൊലിയും ചന്ദനവും ഉണക്കമുന്തിരിയും കടുക്കത്തോടും നെല്ലിക്കത്തോടും താനിക്കത്തോടും 10 ഗ്രാം എടുത്താൽ ഒരു കഷായോഗമായി. അത് നന്നായിട്ട് കഴുകി കൊത്തിനുറുക്കി ചതച്ചിട്ട് അതിലേക്ക് 1200 മില്ലി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചെറുതീകരിച്ച് സിമ്മിലിട്ട് തിളച്ച് വറ്റിച്ചിട്ട് അത് 300 മില്ലി ആകുമ്പോൾ ആ ചണ്ടി അത് അരിച്ച് കളയുക. എന്നിട്ട് അത് വീണ്ടും കുറുക്കി വറ്റിച്ച് പകുതിയായിട്ട് വറ്റിക്കുക. 150 മില്ലി ആക്കുക. ഓക്കെ, ആ 150 മില്ലിയുടെ പകുതി 75 മില്ലി രാവിലെയും 75 മില്ലി വൈകിട്ടും ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പായിട്ട് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ ഫേനമൂത്രത എന്ന സംസ്കൃതത്തിൽ വിളിക്കുന്ന മൂത്രത്തിൽ പത കാണുന്ന അവസ്ഥ ശമിക്കുന്നതിന് സഹായകമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം സംഗതികൾ നിങ്ങൾക്ക് പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഇതൊരു പൊടിക്കൈ മാത്രമാണ്, ഇത് കൊണ്ട് മാത്രം ഭേദമാവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ശ്രമിച്ചു നോക്കിയിട്ട് റിസൾട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ സമീപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.